ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ട്. ദിസ് ഈസ് ഫോർ ബോത്ത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സ്റ്റുഡൻസ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറേ ബേസിക്സ് കണ്ടു. അതായത് ജാവാസ്ക്രിപ്റ്റിൻ്റെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ജാവാസ്ക്രിപ്റ്റിൽ ഔട്ട്പുട്ട് കൊടുക്കുന്നത് എങ്ങനെ, ഇൻപുട്ട് ചെയ്യുന്നത് എങ്ങനെ, അങ്ങനെ കുറേ ബേസിക്സ് നമ്മൾ കണ്ടു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ്, കൺട്രോൾ സ്ട്രക്ചേഴ്സിൽ ഇഫ് എൽസ്, വേരിയസ് ലൂപ്സ്, ഇതുകൂടാതെ സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ കണ്ടത്. സോ നമുക്ക് തേർഡ് പാർട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പഠിക്കുന്നത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ ഓൾറെഡി ബിൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫങ്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളതെടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. ആ ഫംഗ്ഷൻ്റെ പേര് വെച്ചിട്ട് അതിനൊരു സിൻടാക്സ് ഉണ്ടാവും. ആ സിൻടാക്സും പേരും വെച്ചിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ട് കിട്ടും. അപ്പോൾ ഓരോ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിനും അതിൻ്റേതായിട്ടുള്ള ഫീച്ചറും അതിൻ്റേതായിട്ടുള്ള വർക്കിംഗും ഉണ്ടാവും. അത് കറക്റ്റായിട്ട് അറിയാവുന്നതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പുതിയതായിട്ട് നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ നമുക്ക് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അലേർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മെസ്സേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ താഴെ ഒരു ഓക്കെ ബട്ടൺ കൂടി വരും. അപ്പോൾ നമ്മൾ മെസ്സേജ് വായിച്ച് ഓക്കെ ബട്ടണിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്ക്രീൻ അവിടെ നിന്ന് പോകും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കുക, ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. HTML ബോഡി ടാഗിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഇവിടെ സ്ക്രിപ്റ്റ് ടാഗ് കൊടുത്തത്. നമുക്ക് ഹെഡിലും കൊടുക്കാം ബോഡിയിലും കൊടുക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബോഡി ടാഗിൽ നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് കൊടുത്തു, സ്ക്രിപ്റ്റ് ലാംഗ്വേജിൽ ജാവാസ്ക്രിപ്റ്റ്. എന്നിട്ട് നമ്മളിപ്പോൾ കണ്ട ഫംഗ്ഷൻ അലേർട്ട് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. അലേർട്ടിൻ്റെ അകത്ത് എന്താണോ കൊടുക്കുന്നത് അത് അതേപോലെ അവിടെ പ്രിന്റ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ കൊടുത്തേക്കുന്നത് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നാണ്. നമുക്കിത് റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഒരു ബോക്സ് ആണ്. നമ്മളിവിടെ ഒരു ഓക്കെ ബട്ടൺ ഉണ്ട്. ഓക്കെ ബട്ടൺ അടിക്കുമ്പോഴത്തേക്കും അത് പൊയ്ക്കോളും. അടുത്ത ഫംഗ്ഷൻ is NaN എന്നാണ്. is NaN ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു വാല്യൂ നമ്പർ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് NaN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എ നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു. അപ്പം ആ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ് നമ്പർ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ട്രൂ ആയിരിക്കും. അപ്പോൾ ആ ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് is not a number എന്ന് പറയാം. അപ്പോൾ അത് ട്രൂ ആവണമെങ്കിൽ അതിൻ്റെ അകത്ത് കൊടുക്കുന്നത് നമ്പർ ആയിരിക്കരുത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. is NaN of welcome is not a number of welcome. നമുക്കറിയാം വെൽക്കം എന്ന് പറഞ്ഞാൽ നമ്പർ അല്ല. അപ്പോൾ അതിന് കിട്ടുന്ന ആൻസർ ട്രൂ ആയിരിക്കും, നമ്പർ അല്ലല്ലോ. is NaN of A123. അപ്പം 1 2 3 മാത്രമാണെങ്കിൽ അതൊരു നമ്പർ ആയിരുന്നു. പക്ഷേ എ കൂടി ഉള്ളത് കൊണ്ടിട്ട് അതൊരു നമ്പർ അല്ല. സോ അതിന് കിട്ടുന്ന റിസൾട്ട് ട്രൂ ആയിരിക്കും. മൂന്നാമത്തെ നോക്കുക, is NaN of score 50. സ്കോർ 50 എന്ന് പറയുമ്പോൾ അതൊരു നമ്പർ അല്ല, സ്ട്രിങ്ങും നമ്പറും കൂടി ചേർന്നുള്ള അത് നമ്പറല്ല. സോ അതും ട്രൂ ആണ്. അടുത്ത് നോക്കുക, is NaN of 13 എന്ന് പറഞ്ഞൊരു നമ്പർ ആണ്. സോ ഇതിന് കിട്ടുന്ന is not a number of 13 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഫോൾസ് ആയിരിക്കും. അടുത്ത് നോക്കുക, is NaN of 13. ഇപ്പം ഇത് തൊട്ട് മുകളിലത്തെയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഡബിൾ കോഡ്സിൽ ഇത് കോഡ്സ് ഒന്നുമില്ല. എന്നിരുന്നാലും ഇത് നമ്പർ തന്നെയാണ്. രണ്ട് കേസ് നമ്പർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോ ഇതിൻ്റെ ആൻസർ ഫോൾസ് ആയിരിക്കും. is NaN of 13.5. 13.5 നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞാൽ ശരിയില്ലല്ലോ. സോ അതും ഫോൾസ് ആണ്. നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. നമുക്ക് നമ്മൾ അലേർട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അലേർട്ട് യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ എന്തെങ്കിലും പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം അലേർട്ടിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് is NaN of A. അപ്പോൾ is not a number of A. അപ്പം A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ അല്ല അല്ലേ. അപ്പോൾ is NaN of A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ട്രൂ ആയിരിക്കും. അപ്പോൾ അലേർട്ട് ഓഫ് ട്രൂ എന്നുള്ളതായിരിക്കണം നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ട്രൂ എന്നായിരിക്കണം പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോഴത്തേക്കും ദിസ് പേജ് സേസ് ട്രൂ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ട്രൂ ആയിട്ട് തന്നെ വന്നു അല്ലേ. ഓക്കെ, ടു അപ്പർ കേസ് ഫംഗ്ഷൻ ആ പേരിൽ തന്നെ ഉണ്ട്. നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സിൽ ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ചെക്ക് ദിസ് എക്സാമ്പിൾ. ഹിയർ വി ആർ ഗിവൻ ടു വേരിയബിൾസ് x and y. x is equals to welcome to javascript. എക്സിലേക്ക് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സ്ട്രിങ് ഇട്ടു. നിങ്ങൾ ഈ ഒരു ലൈൻ ശ്രദ്ധിക്കുക, y is equals to x dot to upper case എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലുള്ള വാല്യൂവിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വൈയിലേക്ക് അസൈൻ ചെയ്തു. അപ്പം നമ്മൾ എക്സിലുള്ള വാല്യൂ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് ആണ്. അതിൽ സ്മോൾ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം ഉണ്ട്.
അപ്പം നമ്മൾ ഈ ടു അപ്പർ കേസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം എന്താവും, വൈയിലുള്ളതെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആവും. എന്നിട്ട് അതിനാണ് നമ്മൾ പ്രിന്റ് ചെയ്യണത് അലോട്ട് ഓഫ് വൈ എന്ന് പറഞ്ഞ് നോക്കുക. ഇതിൽ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് ഇതെല്ലാം ക്യാപിറ്റൽസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ടു അപ്പർ കേസ് എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അപ്പർ കേസിൽ യുയും സിയും ക്യാപിറ്റൽസ് ആണ്. സോ നമ്മളത് എഴുതുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ കൃത്യമായിട്ട് എഴുതണം. ഇത് സ്മോൾ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. അടുത്തത് ടു ലോവർ കേസ് ഫംഗ്ഷൻ ആണ്. അപ്പം നമ്മുടെ ടു അപ്പർ കേസ് ഫംഗ്ഷന് ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് എന്ത് ക്യാരക്ടർ ആണെങ്കിലും അതിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഫംഗ്ഷനിലും ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം ഇതിൽ എല്ലാം ക്യാപിറ്റൽസ് ആണ്, സിയും ക്യാപിറ്റൽസ് ആണ്, ബാക്കി എല്ലാം ചെറുതാണ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ യൂസ് ചെയ്യേണ്ടത്. നോക്കുക, നമ്മുടെ സ്ട്രിങ് സെയിം സ്ട്രിങ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്, അതിൽ ജെയും ഡബ്ല്യൂയും മാത്രമേ ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽസ് ഉള്ളൂ. നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സിലുള്ള എല്ലാത്തിനെയും ലോവർ കേസിലേക്ക് ആക്കുന്നു, അതായത് എക്സ് ഡോട്ട് ടു ലോവർ കേസ്. അപ്പോൾ അതെല്ലാം ലോവർ കേസിലേക്ക് ആയിട്ട് വൈയിലേക്ക് അസൈൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വൈനെ പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എല്ലാം ലോവർ കേസിലേക്ക് ആയിട്ടുണ്ട്. അടുത്തത് ക്യാർ അറ്റ് ഫംഗ്ഷൻ ആണ്. ക്യാർ അറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ ആ സ്ട്രിങ്ങിൽ ഒരു പർട്ടിക്കുലർ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷനിലുള്ള ക്യാരക്ടർ എന്താണ് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്ത് കിട്ടും. അപ്പോൾ ക്യാർ അറ്റ് 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ സ്ട്രിങ്ങിലെ ഫസ്റ്റ് ക്യാരക്ടറിനെ കിട്ടും. ക്യാർ അറ്റ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ക്യാരക്ടറിനെ കിട്ടും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അറേയുടെ കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ക്യാരറ്റിൽ സ്റ്റാർട്ടിങ് വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. സാധാരണ നമ്മൾ എന്തിൻ്റെയും സ്റ്റാർട്ടിങ് 1 2 3 അങ്ങനെയാണ് അല്ലേ. പക്ഷെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യാരക്ടർ ആയിരിക്കും, 1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്യാരക്ടർ ആയിരിക്കും. എന്തായാലും നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. നോക്കുക, സ്ക്രിപ്റ്റ് ലാംഗ്വേജുകളിൽ ജാവാസ്ക്രിപ്റ്റ് 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. എക്സ് ഇസ് ഈക്വൽ ടു വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്, അതായത് എക്സിൻ്റെ വാല്യൂ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്. വൈ ഇസ് ഈക്വൽസ് ടു എക്സ് ഡോട്ട് ക്യാർ അറ്റ് ഓഫ് 11. ഇപ്പോൾ വൈയിലേക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ 11th പൊസിഷനിലുള്ള വാല്യൂ എന്താണോ അതാണ് വരാൻ പോകുന്നത്. അപ്പോൾ 11th പൊസിഷൻ, ഇപ്പോൾ ഒരു സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ 11th പൊസിഷൻ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്താൽ മതി. ഫസ്റ്റ് പൊസിഷൻ മുതൽ കൗണ്ട് ചെയ്താൽ മതി, സ്പേസും കൂടി നമ്മൾ കൗണ്ട് ചെയ്യും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് പൊസിഷൻ എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ 0 മുതൽ കൗണ്ട് ചെയ്യണതാണ്. 0 1 2 3 4 5 6 7 8 9 10 11. 0 മുതൽ നമ്മൾ കൗണ്ട് ചെയ്ത് നമ്മുടെ 11th പൊസിഷനിലുള്ളത് ജെ ആണ്. അപ്പം നമ്മളിവിടെ ചെയ്തേക്കുന്നത് എക്സിൻ്റെ 11th പൊസിഷനിലുള്ള സ്ട്രിങ്ങിനെ വൈയിലേക്ക് അസൈൻ ചെയ്തു. അപ്പോൾ അലോട്ട് ഓഫ് വൈ വെച്ച് നമ്മൾ അതിനെ പ്രിന്റ് ചെയ്തതിൽ നമുക്ക് എന്താ കിട്ടാൻ പോണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ജെ, ക്യാപിറ്റൽ ജെ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. അടുത്തത് ലെങ്ത് പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും നേരം നമ്മൾ കണ്ടത് ഫംഗ്ഷൻസ് ആയിരുന്നു. ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ അവസാനിക്കുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പ്രോപ്പർട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം ലെങ്ത് പ്രോപ്പർട്ടി ചെയ്യണത് ഇത്രയേ ഉള്ളൂ, ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിൻ്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ നോട്ട് ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒരു ഫംഗ്ഷന് പാരന്തസിസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ്സ് ഉണ്ടാവും, പക്ഷേ പ്രോപ്പർട്ടിക്ക് പാരന്തസിസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഉണ്ടാവില്ല. സെയിം കൈൻഡ് ഓഫ് എക്സാമ്പിൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് എക്സിൽ നമ്മുടെ സെയിം സ്ട്രിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. n is equals to x dot length എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലുള്ള വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റിൻ്റെ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് എന്നിലേക്ക് നമ്മൾ അസൈൻ ചെയ്യും. ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ആണ്. 21 എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് അടക്കമാണ് നമ്മൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അളക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് 21 ആണ്. അപ്പം ആ 21 എന്നിലേക്ക് അസൈൻഡ് ആവും. ഈ എക്സ് ഡോട്ട് ലെങ്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും 21 അസൈൻഡ് ആവും. എന്നിട്ട് നമ്മൾ റൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ട്രാൻസ്ഫർ 21 ഉണ്ടാവും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ലെങ്ത് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാനുണ്ടാവില്ല, അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് ജാവാസ്ക്രിപ്റ്റ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് ഇവൻറ്റ്? ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് മെയ്ഡ് ബൈ ദ യൂസർ. അപ്പം നിങ്ങൾ ആലോചിക്കുക, ആക്ഷൻ മെയ്ഡ് ബൈ ദ യൂസർ എന്താവാം? ആക്ഷൻ മെയ്ഡ് ബൈ ദ യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൗസിൻ്റെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ കീബോർഡിൻ്റെ സഹായത്തോടും കൂടി നമ്മുടെ യൂസേഴ്സ് ചെയ്യുന്ന ഒരു ആക്ഷൻ, അതിനെയാണ് നമ്മൾ ഇവൻറ്റ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റും HTML തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ ഇവൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഉണ്ട്, നമുക്ക് അത് ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തെ ഓൺ ക്ലിക്ക് ആണ്.
ഇപ്പോൾ യൂസർ ചെയ്യുന്ന ഒരു ആക്ഷനാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൗസിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ യൂസറാണ് ആ മൗസിനെ ക്ലിക്ക് ചെയ്യുന്നത്. യൂസർ ആ മൗസിനെ ക്ലിക്ക് ചെയ്യുന്ന ആ ഇവന്റിനെ പറയുന്നതാണ് ഓൺ ക്ലിക്ക്. അതേപോലെ ഓൺ മൗസ് എൻ്റർ. ഇപ്പോൾ സപ്പോസ് ഈ ഓൺ മൗസ് എൻ്റർ എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ബോക്സ് ഒരു ബട്ടൺ ആണെന്ന് വിചാരിക്കുക. ഞാൻ ഈ കേഴ്സർ പതുക്കെ നീക്കി ഇതിനകത്തേക്ക് കയറി. അപ്പോൾ ആ കയറണ ആ പർട്ടിക്കുലർ സമയം അതിനെയാണ് ഓൺ മൗസ് എൻ്റർ എന്ന് പറയുക. അതേപോലെ അടുത്ത് നോക്കുക ഓൺ മൗസ് ലീവ്. അപ്പോൾ ഇതൊരു ഓൺ മൗസ് ലീവ് എന്ന് പറയുന്ന ബോക്സിൻ്റെ അകത്ത് എൻ്റെ ഇപ്പോൾ ഈ കേഴ്സർ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് പതുക്കെ ഇങ്ങോട്ട് നീക്കി. ആ പർട്ടിക്കുലർ പോയിന്റ് എപ്പോഴാണോ ആ ബോക്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അതിനാണ് ഓൺ മൗസ് ലീവ് എന്ന് പറയുക. അതുപോലെ ഓൺ കീ ഡൗൺ. ഓൺ കീ ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കീബോർഡിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കീ പ്രസ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ സമയം അതിനെയാണ് ഓൺ കീ ഡൗൺ എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്ത കീ റിലീസ് ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ ഓൺ കീ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ മൗസ് എൻ്റർ ചെയ്യണത്, മൗസ് ലീവ് ചെയ്യണത്, കീ പ്രസ് ചെയ്യണത്, കീ പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് റിലീസ് ചെയ്യണത്, ഇതെല്ലാം ചെയ്യണത് നമ്മൾ തന്നെയാണ് അല്ലേ? യൂസേഴ്സ് തന്നെയാണ് ഇതെല്ലാം ചെയ്യണത്. അപ്പോൾ ഇതാണ് വേരിയസ് ആക്ഷൻസ് യൂസേഴ്സ് ചെയ്യുന്നത്. അപ്പം ജാവാസ്ക്രിപ്റ്റിൽ ഇതിനെക്കാട്ടും വളരെയധികം ഇവൻറ്റ്സ് വേറെയുണ്ട്. നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻറ്റും നമുക്ക് വേണ്ടതുമായിട്ടുള്ള ഇവൻറ്റ്സ് മാത്രമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ തേർഡ് പാർട്ട് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസ് അപ്ഡേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഐ വിൽ ബി കമ്മിങ് ബാക്ക്. താങ്ക് യു.